ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലുമായി 2.5 ലക്ഷം പേർ മരിക്കാനിടയായ അമേരിക്കയുടെ അണുബോംബ് ആക്രമണം ഒരു ഓർമ്മപ്പെടുത്തൽ. ഹിരോഷിമ, 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 ഹിരോഷിമ. ബ്രിട്ടൻ, ഫ്രാൻസ്, USSR, അമേരിക്ക എന്നിവരടങ്ങിയ സഖ്യകക്ഷികളും ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവരുടെ സഖ്യമായ അച്ചുതണ്ട് ശക്തികളും തമ്മിലാണ് രണ്ടാം ലോകമഹായുദ്ധം നടന്നത്. 1939 സെപ്റ്റംബർ 1 യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിനിടെ 1941 ഡിസംബറിൽ ജപ്പാൻ അമേരിക്കയിലെ പേൾ ഹാർബർ ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ലോകയുദ്ധത്തിൽ പങ്കാളിയായത്. 1944 ജർമ്മനി പരാജയം അറിഞ്ഞു തുടങ്ങിയിരുന്നു. 1945 ഏപ്രിൽ 30 ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. മെയ് 8 ജർമ്മനി യുദ്ധരംഗത്ത് നിന്ന് പിന്മാറി. 1945 ജൂലൈ 26 പോർട്ട്ഡാമിൽ ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ സഖ്യകക്ഷികളുടെ പ്രതിനിധികൾ ജപ്പാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ജപ്പാൻ അതിന് കൂട്ടാക്കിയില്ല. ഇതിന്റെ പ്രതികാരമായാണത്രേ അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിട്ടത്. 1945 ആഗസ്റ്റ് 6 9 അമേരിക്ക ജപ്പാന്റെ മേൽ സംഹാരാഗ്നി വർഷിച്ചത്. ആഗസ്റ്റ് 6 ഹോൺഷു ദ്വീപിലെ നഗരമായ ഹിരോഷിമയിലും 9 ക്യൂഷു ദ്വീപിലെ തുറമുഖ നഗരമായ നാഗസാക്കിയിലും അമേരിക്കയുടെ അണ്വായുധ നിർമ്മാണ പദ്ധതിയായിരുന്ന മാൻഹട്ടൻ പ്രോജക്റ്റിന്റെ ഭാഗമായി നിർമ്മിച്ച സമ്പുഷ്ട യുറേനിയം U-235 ബോംബ് വർഷിച്ചു. 1.5 ലക്ഷത്തോളം ആളുകളെ അത് തുടച്ചുമാറ്റി. നാഗസാക്കിയിൽ പതിച്ച പ്ലൂട്ടോണിയം ബോംബ് 80,000 പേരെയാണ് കൊന്നൊടുക്കിയത്. എന്നാൽ 5 വർഷത്തിനു ശേഷം നടന്ന ജപ്പാനിലെ ദേശീയ സെൻസസിൽ 2,80,000 പേർ ആണവ ദുരന്തത്തിൽ മരിച്ചതായി കണ്ടെത്തി. ഹാരി എസ് ട്രൂമാനായിരുന്നു ജപ്പാനിൽ അണുബോംബിട്ട സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ്. ജനറൽ പോൾ ടിബറ്റ്സ് പറപ്പിച്ച B-29 ഇനോലഗെ എന്ന യുദ്ധവിമാനം ഹിരോഷിമയിലും ബ്രിഗേഡിയർ ജനറൽ ചാൾസ് സ്വിനി പറപ്പിച്ച B-29 ബോക്സ് കാർ നാഗസാക്കിയിലും ബോംബ് വർഷിച്ചു. ജപ്പാനിലെ ഹിരോഷിമയാണ് ലോകത്തിലാദ്യമായി അണുബോംബ് വീണ് നശിച്ച നഗരം. ചുഗോക്കു പ്രദേശത്തെ പ്രധാന ജനവാസ കേന്ദ്രമാണ് ഹിരോഷിമ. രണ്ടാം ലോകയുദ്ധത്തിന്റെ ആരംഭത്തിൽ ജപ്പാനിലെ 7ാമത്തെ വലിയ നഗരമായിരുന്നു ഇത്. ഹിരോഷിമയുടെ ആകാശത്ത് അമേരിക്കൻ യുദ്ധവിമാനം ലിറ്റിൽ ബോയ് എന്ന ഓമനപ്പേരിട്ട അണുബോംബ് വർഷിച്ചത് 1945 ആഗസ്റ്റ് 6 രാവിലെ 8:15 ഇനോലഗെ യുദ്ധവിമാനം ആഗസ്റ്റ് 6 പുലർച്ചെ 2:45 ടിനിയൻ ദ്വീപിൽ നിന്ന് ദുരന്തം വിതയ്ക്കാൻ ഹിരോഷിമ ലക്ഷ്യമാക്കി പറന്നുയർന്നത്. ആയുധമെന്ന രീതിയിൽ ആദ്യമായി ഉപയോഗിക്കപ്പെട്ട അണുബോംബായിരുന്നു ഹിരോഷിമയിലേത്. 15,000 ടൺ TNTക്ക് തുല്യമായ സ്ഫോടനമായിരുന്നു പിന്നീട് നടന്നത്. യുറേനിയം 235ന്റെ ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ് ഈ ബോംബിന്റെ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. 10 കിലോ ടൺ സ്ഫോടക ശക്തിയുണ്ടായിരുന്ന ബോംബ് നിമിഷങ്ങൾക്കുള്ളിൽ 10,000-ങ്ങളെ ചുട്ട് ചാമ്പലാക്കി. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവും ആകാശം മുട്ടെ ആളിപ്പടരുന്ന തീനാളവും പ്രകമ്പനവും ഹിരോഷിമ നഗരത്തെ വിഴുങ്ങി. കണ്ണടച്ചു തുറക്കും മുമ്പ് ആ നഗരം എരിഞ്ഞടങ്ങുകയായിരുന്നു. ബോംബിട്ട വിമാനം പോലും സ്ഫോടനത്തിന്റെ ശക്തിയിൽ ആടി ഉലഞ്ഞുവെന്ന് പൈലറ്റ് പോൾ ടിബറ്റ്സ് പിന്നീട് പറഞ്ഞു. ഹിരോഷിമയെ തകർത്ത് 3-ാം ദിവസം നാഗസാക്കി നഗരത്തിലും അമേരിക്ക അണുബോംബ് പരീക്ഷിച്ചു.
ജപ്പാനിലെ ക്യൂഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരമായിരുന്നു നാഗസാക്കി. ലോകയുദ്ധ ചരിത്രത്തിൽ ഉപയോഗിക്കപ്പെട്ട രണ്ടാമത്തെ ആറ്റം ബോംബ്. യുറേനിയം 235 ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ് ബോംബിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. 4 ടണ്ണോളം ഭാരമുണ്ടായിരുന്ന ബോംബിന്റെ 600 മില്ലിഗ്രാം ഭാരം ഐൻസ്റ്റൈന്റെ സമവാക്യമനുസരിച്ച് ഊർജമാക്കി മാറ്റിയതിലൂടെ 13.12 കിലോ ടൺ TNTയുടെ സ്ഫോടക ശേഷിയാണ് ലഭിച്ചത്. 80,000-ഓളം ആളുകൾ തൽക്ഷണം മരിക്കുകയും 90,000 മുതൽ 1,40,000 വരെ മനുഷ്യർ നിത്യരോഗികളായി തീരുകയും ചെയ്തു. എന്നാൽ നാഗസാക്കി ആയിരുന്നില്ല US-ന്റെ രണ്ടാമത്തെ ലക്ഷ്യം. ഹിരോഷിമയിൽ ആഗസ്റ്റ് 6-ന് ബോംബ് വീണിട്ടും കീഴടങ്ങാൻ കൂട്ടാക്കാത്ത ജപ്പാനിൽ പ്ലൂട്ടോണിയം ബോംബ് പരീക്ഷിക്കാൻ അമേരിക്ക തീരുമാനിച്ചു. 22 കിലോ ടൺ TNT സ്ഫോടകശേഷിയുള്ള പ്ലൂട്ടോണിയം ബോംബുമായി B-29 യുദ്ധവിമാനം കുതിച്ചു പൊങ്ങി. കോക്കുറ നഗരത്തിലുള്ള ജപ്പാന്റെ ആയുധ സംഭരണശാലയായിരുന്നു ലക്ഷ്യം. വ്യവസായശാല കൂടിയായിരുന്ന കോക്കുറ നഗരത്തിലെ വ്യവസായശാലകളിൽ നിന്നുയർന്ന പുക കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞിരുന്നതിനാൽ ലക്ഷ്യസ്ഥാനം കണക്കാക്കാൻ വൈമാനികർക്ക് കഴിഞ്ഞില്ല. കോക്കുറയുടെ ഭാഗ്യം നാഗസാക്കിയുടെ നിർഭാഗ്യമായി. രാവിലെ 10:55-ന് ഘോര ശബ്ദത്തോടെ നാഗസാക്കിയിൽ ബോംബ് പതിച്ചു. 4.5 മൈൽ ചുറ്റുമുള്ള സർവ്വതും തകർന്ന് തരിപ്പണമായി. ആറ്റത്തിന്റെ കേന്ദ്രം 2 അതിൽ കൂടുതലോ അണുകേന്ദ്രങ്ങളായി മാറ്റുന്ന പ്രക്രിയയാണ് അണുവിഘടനം എന്ന ന്യൂക്ലിയർ ഫിഷൻ. അണുബോംബുകളിലും ആണവ നിലയങ്ങളിലും ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. യുറേനിയം, പ്ലൂട്ടോണിയം പോലുള്ള അണുഭാരമേറിയ ആറ്റങ്ങളുടെ ചില ഐസോട്ടോപ്പുകളിലാണ് ഫിഷൻ നടക്കുന്നത്. യുറേനിയം ഐസോട്ടോപ്പായ U-235-ൽ ഓരോ ആറ്റത്തിലെയും അണുകേന്ദ്രത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം 235 ആണ്. ഇത്തരത്തിലുള്ള ഒരു അണുകേന്ദ്രത്തിൽ ഒരു ന്യൂട്രോൺ വീണാൽ അത് ആ ന്യൂട്രോണിനെ ആഗിരണം ചെയ്യുന്നു. എങ്കിൽ കൂടി അതോടൊപ്പം ആ അണുകേന്ദ്രം വളരെ സ്ഥിരമാവുകയും ഉടൻ തന്നെ അത് 2 അണുകേന്ദ്രങ്ങളായി പിളരുകയും ചെയ്യുന്നു. ഇതോടൊപ്പം ന്യൂട്രോണുകളും താപത്തിന്റെ രൂപത്തിൽ ഊർജവും സ്വതന്ത്രമാക്കപ്പെടുന്നു. പുതിയതായുണ്ടാവുന്ന 2 അണുകേന്ദ്രങ്ങളുടെ പിണ്ഡം നേരത്തെയുണ്ടായിരുന്ന അണുകേന്ദ്രത്തിന്റെ പിണ്ഡത്തേക്കാൾ കുറവുമായിരിക്കും. ഇങ്ങനെ നഷ്ടപ്പെട്ട പിണ്ഡമാണ് ഐൻസ്റ്റൈന്റെ സമവാക്യപ്രകാരം ഊർജമായി മാറുന്നത്. ആണവ നിലയങ്ങളിലും അണുബോംബുകളിലുമെല്ലാം ഫിഷനാണ് നടക്കുന്നത്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൽ നിന്നുണ്ടായ പുകപടലങ്ങൾ 18 കിലോമീറ്റർ വരെ ഉയർന്നു. ആണവ പ്രവർത്തനങ്ങളിൽ വളരെ ഉയർന്ന ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇവ അതീവ നശീകരണശേഷിയുള്ള ആയുധങ്ങളാണ്. അണുവിഘടനം മൂലം പ്രവർത്തിക്കുന്ന ആയുധങ്ങളിൽ ആണവ നിലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സെക്കൻഡിന്റെ ഒരു ചെറിയ അംശം കൊണ്ട് വളരെയധികം അണുകേന്ദ്രങ്ങൾ വിഘടിക്കപ്പെടുന്നു. അങ്ങനെ ഒരു വലിയ പൊട്ടിത്തെറിയുടെ ഭീമമായ അളവിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവയേക്കാൾ നശീകരണശേഷിയുണ്ട് അണുസംയോജനം അടിസ്ഥാനമാക്കിയുള്ള ആയുധങ്ങൾക്ക്. ഇത്തരം ആയുധങ്ങളെ പൊതുവെ വിളിക്കുന്നത് ഹൈഡ്രജൻ ബോംബ് എന്നാണ്. ജപ്പാൻ ജനതയുടെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും മൂലം അണുബോംബ് വീണ് ശവപ്പറമ്പായി മാറിയ ഹിരോഷിമ ഇന്ന് അമേരിക്കൻ നഗരങ്ങളെ വെല്ലുന്ന നഗരമായി വളർന്നു കഴിഞ്ഞു. ജപ്പാനിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിൽ ഒന്നായിരിക്കുന്നു ഹിരോഷിമ. ഇരുമ്പ്, ഉരുക്ക്, യന്ത്രഭാഗങ്ങൾ, കപ്പൽ, പേപ്പർ, ട്രാക്ടറുകൾ, തുണിത്തരങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ എന്നിവ ഉണ്ടാക്കുന്ന പ്രധാന കേന്ദ്രം കൂടിയാണ് ഈ നഗരം. നാഗസാക്കിയാവട്ടെ ഇന്ന് എഞ്ചിനീയറിംഗ് ഉപകരണങ്ങൾ, കപ്പൽ നിർമ്മാണം എന്നിവയുടെ മുഖ്യ കേന്ദ്രവുമാണ്. 1,66,000 പേരാണ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. 10,000-ങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ജീവൻ രക്ഷപ്പെട്ടവർക്ക് റേഡിയേഷന്റെ ദുരിതം പേറി മാരക രോഗങ്ങളുമായി ജീവിക്കേണ്ടി വന്നു. ഇന്നും ഇവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഹിരോഷിമ ദുരന്തത്തിന്റെ ഇരകളാണ്. ആണവ വികിരണ സിൻഡ്രോം എന്ന മാരക രോഗത്തിന്
ഇരയായി ഇന്നും നിരവധി പേർ അവിടെ മരിക്കുന്നുണ്ട്. യുദ്ധത്തിനെതിരെ അണിനിരക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളും. യുദ്ധഭീകരതയിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിക്കുവാനും യുദ്ധരഹിത ലോകത്തിനായി പ്രാർത്ഥിക്കാനും ആഗസ്റ്റ് 6 ലോകം ഹിരോഷിമ ദിനമായി ആചരിക്കുന്നു.